നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ആ വണ്ടി മുന്നിൽ നിന്നും മിസ്സാവരുത്. അവളുടെ ജീവൻ തന്നെ അപകടത്തില്. ഇല്ല, ഞാൻ ആ കാറിന്റെ പിന്നാലെ തന്നെയുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ആ ബോഡി കൊണ്ടുപോയവരെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതില്ല, മുഖം ഓർമ്മയില്ലെന്ന് പറയും. അപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ജീവിക്കണ്ടേ സാറേ? ജീവിക്കണം, പക്ഷേ കാശ് വാങ്ങി ചതിക്കാൻ നോക്കിയ അറിയാലോ എന്നെ. പിന്നാമ്പറം നോക്കി പിച്ചാത്ത് കയറ്റി ഞാൻ. അവർ ഇനിയും വരും. അപ്പോ ഞങ്ങളെ കുറിച്ച് ഓർമ്മയില്ല. അതേ പറയാവൂ. ആ വിട്ടോ. ശരി സാറേ. ആ പിന്നെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ക്യാഷ് അക്കൗണ്ടിൽ വന്നിരിക്കും. റെഡി? പിന്നെ അല്ലാതെ. ഓ ആ എത്രയും പെട്ടെന്ന് കാർത്തികയെ അവിടുന്ന് മാറ്റണം. മാഡം, ചില നീക്കുപോക്കുകൾ മോർച്ചറിക്കാരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അയാളിൽ ഒരു കള്ളലക്ഷണം എനിക്ക് സ്പോട്ടിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെയാ സ്പൈ വർക്ക് വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞത്. മാഡം പറഞ്ഞതുപോലെ തന്നെ അയാൾ പ്രവർത്തിച്ചു. നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അയാൾ പോയത് മധുശ്രീയെ കാണാനാ. അത് കൃത്യമായി നമ്മൾ അവിടെ നിർത്തിയിരിക്കുന്ന ആൾക്കാർ തെളിവ് സഹിതം ഇൻഫോം ചെയ്തു. ഇപ്പൊ എല്ലാം വ്യക്തമായില്ലേ? മധുശ്രീയും ചന്ദ്രബോസും കൂടി ആ പെൺകൊച്ചിന്റെ ബോഡി മോർച്ചറിയിൽ നിന്നും കൊണ്ടുപോയത്. അത് പാലത്തിന് താഴെ കൊണ്ടുപോയി കത്തിച്ചതും അവരുടെ അറിവോടുകൂടി തന്നെയായിരിക്കും. എങ്കിൽ മോർച്ചറിയിലെ ജീവനക്കാരൻ പറഞ്ഞത് പച്ച കള്ളമാണ്. അയാളുടെ സമ്മതത്തോടു കൂടി തന്നെയാ ബോഡി അവിടുന്ന് കൊണ്ടുപോയത്. അയാളെ കണ്ടാൽ അറിഞ്ഞൂടെ, അയാൾ ഒരു വെള്ളം കുടി കേസ്. കാശും കുപ്പിയുണ്ടെങ്കിൽ അയാൾ എന്തും ചെയ്യും. കേസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മധുശ്രീയുടെയും ചന്ദ്രബോസിന്റെയും റൂട്ടിലൂടെ തന്നെയാണല്ലോ മാഡം. അവരുടെ ലക്ഷ്യം വിഷ്ണുവേട്ടനെ അകത്താക്കുക, ജീവിതകാലം മുഴുവനും ജയിലിനകത്തിടുക. അവര് രണ്ടുപേരും കൂടി അതിനുവേണ്ടി ശ്രമിക്കുമ്പോ നമ്മൾ വിഷ്ണുവേട്ടനെ എങ്ങനെ അവരുടെ തന്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു. ചന്ദ്രബോസ് കളിക്കുന്നത് അധികാരത്തിന്റെ ബലത്തിലാ. അത് പോയാ പിന്നെ അയാളില്ല. ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാര് പിന്നീട് ഒരു പരാതിയുമായി വന്നില്ലല്ലോ. അതിനെക്കുറിച്ച് അന്നു തിരക്കിയായിരുന്നോ? ചന്ദ്രബോസിനെ ഒന്ന് പൂട്ടാനായിട്ട് ആ കേസ് ഒന്ന് നമുക്ക് കുത്തിപ്പൊക്കാനായ തൽക്കാലം അയാളൊന്ന് അടങ്ങിയേനെ. ഒരു ചെറിയ തട. ആനകൾക്ക് പാപ്പമാര് തോട്ടി വെക്കില്ലേ, അതുപോലൊരു തോട്ടി ചന്ദ്രബോസിന് വെക്കാൻ ആ കേസ് ഒരു വഴിയാവുമായിരുന്നു. അത് ഞാൻ തിരക്കിയ കേസാ. ആ കേസ് തണുത്ത മട്ട. ഒന്നിനും ആരോടും പരാതിയില്ലാത്ത മട്ടില ആ അച്ഛന്റെ ഇപ്പോഴത്തെ സംസാരം. ഇവിടെ വന്നപ്പോഴുള്ള സങ്കടവും ഇല്ല. എങ്കിൽ ഒരു സംശയം വേണ്ട. ഒന്നുകിൽ ആ അച്ഛൻ ചന്ദ്രബോസിന്റെ ഭീഷണിയിൽ വീണു, അല്ലെങ്കിൽ പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തി. ആ പെൺകുട്ടിക്ക് സഹോദരിമാരെങ്കിലും ഉണ്ടോ? രണ്ടുപേരും കൂടി ഉണ്ട്. എങ്കിൽ നല്ല ഒന്നാം തരം ഭീഷണി അവിടെ ചെന്നിട്ടുണ്ട്. പോയതോ പോയി. ഇനിയുള്ളവരെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ആ അച്ഛൻ കരുതി കാണും. ACPയോട് മത്സരിച്ചിട്ട് ജീവിക്കാനാവില്ലെന്ന് തോന്നിക്കാണും. ഇയാൾ ഇങ്ങനെ കയറൂരി വിട്ട അത് ഈ സമൂഹത്തിനോട് തന്നെ ചെയ്യുന്ന വലിയൊരു ചതിയല്ലേ മാഡം? അനു, ചന്ദ്രബോസ് ഒരു പക്ക ക്രിമിനലാണ്. അയാൾക്ക് അങ്ങനെ ജീവിക്കാനാവും. അയാളുടെ കൂടെ മധുശ്രീയും കൂടി കൂടിയപ്പോ അവർക്കിപ്പോ ഇവിടെ എന്തും ചെയ്യാന്നായി. ഒന്നുകിൽ ഇവരെ നിയമത്തിന്റെ പിൻബലത്തിൽ പൂട്ടണം, ഇല്ലെങ്കിൽ ഇവര് തന്നെ എല്ലാം സ്വയം വെച്ചൊഴിയണം. അങ്ങനെ സ്വയം എല്ലാം വെച്ചൊഴിയാൻ ഒരാളും തയ്യാറാവില്ലല്ലോ, പ്രത്യേകിച്ച് അധികാരത്തിന്റെ ഗർവിൽ നിൽക്കുന്ന ഇവരെ പോലുള്ളവന്മാര്. മറ്റുള്ളവർക്ക് നാശം വിധിക്കുന്നവരെ സംരക്ഷിക്കണമെന്ന് ആരും പറയില്ലല്ലോ മാഡം. നാട്ടുകാർക്ക് ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളെ നമ്മൾ എന്താ ചെയ്യുക? അതിനും വരുന്നില്ലേ മൃഗസംരക്ഷണം എന്ന് പറഞ്ഞു കുറെ പേര്. ശരിക്കും അവന് പറഞ്ഞത് കറക്റ്റ്. ബിവെയർ ഓഫ് ഡോഗ് എന്നല്ല പറയേണ്ടത്, ബിവെയർ ഓഫ് ചന്ദ്രബോസ് എന്ന് തന്നെ പറയണം. അത്രയ്ക്കും പ്രശ്നക്കാരനാണ് അയാള്, ഒരു പൊതുശത്രു.
ഹലോ പ്രകാശ്, പറഞ്ഞോളൂ. അനുവാ. ഒരു കാറിൽ കുറച്ച് ആളുകൾ കാർത്തിയും കൊണ്ട് ഇങ്ങോട്ട് പോവാണ് മാഡം. ഏ ആ, ഒരു മിനിറ്റ്, ഞാനൊന്ന് സ്പീക്കറിൽ ഇട്ടോട്ടെ. ആ, പറഞ്ഞോളൂ പ്രകാശ്. അവരുടെ രീതികളും മറ്റും കണ്ടിട്ട് എന്തോ കുഴപ്പമുള്ളത് പോലെ. കാർത്തി എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു മാഡം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ലൊക്കേഷൻ ഇട്ടതാ. നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടോ ആ കാറ്? ഉണ്ട്. കാറിനെ ഞാൻ ഫോളോ ചെയ്യാം മാഡം. എന്റെ മുന്നിൽ തന്നെയുണ്ട് കാറ്. ഞങ്ങൾ അങ്ങോട്ട് തന്നെ വന്നോണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ആ വണ്ടി മുന്നിൽ നിന്ന് മിസ്സാവരുത്. അവളുടെ ജീവൻ തന്നെ അപകടത്തില്. ഇല്ല, ഞാൻ ആ കാറിന്റെ പിന്നാലെ തന്നെയുണ്ട്. ശരി മാഡം. രാമേട്ടാ, വേഗം. മോളെ മനസ്സിലായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.